ആമിർ പള്ളിക്കൽ എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് സുരാജേട്ടനെ തന്നെയായിരുന്നു ആദ്യമേ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഡയറക്ഷൻ ആലോചിച്ച സമയത്ത്? ആദ്യം സുരാജേട്ടൻ തന്നെയായിരുന്നു. പിന്നീട് നമ്മളിങ്ങനെ വേറെ ഒന്ന് രണ്ട് പേരുകൾ കൂടി മനസ്സിലിങ്ങനെ ആലോചിക്കുകയും അതിനനുസരിച്ച് മൂവ്മെന്റ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ക്യാരക്ടർ ഇന്ന ആളിലേക്ക് തന്നെ എത്തുമ്പോഴാണ് അതിനൊരു പൂർണ്ണത കിട്ടുക എന്നുള്ള ബോധ്യത്തിലാണ് അവസാനം സുരാജേട്ടനിലേക്ക് തന്നെ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ സുരാജേട്ടൻ്റെ അടുത്ത് പോയി പറയുന്ന സമയത്ത് സുരാജേട്ടൻ ഇത് നമ്മൾ ഉദ്ദേശിച്ച എന്താണോ ഒരാൾ കഥ പറയുമ്പോൾ അത് കൃത്യമായി സുരാജേട്ടന് കിട്ടി. അപ്പോൾ ആ റിയാക്ഷൻ്റെ പുറത്താണ് സുരാജേട്ടൻ പറയുന്നത്, നീ പ്രൊഡക്ഷൻ ആരും പിടിച്ചില്ല, ഞാൻ തന്നെ ചെയ്തോളാം എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് സന്തോഷം ഒന്നുകൂടി ഇരട്ടിക്കുന്നു. അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനൊരു കൊളാബറേഷൻ കൂടി ഇതിനകത്ത് ഉണ്ടാവും എന്ന് പറയുമ്പോൾ സന്തോഷം. നമുക്ക് സ്വാഭാവികമായിട്ടും ലിസൺ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് എന്നുള്ളൊരു ബാനർ കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രൊജക്റ്റിന് കിട്ടുന്ന ഒരു അതുണ്ടല്ലോ. അപ്പോൾ അതുകൂടി ആവുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വെറുതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് കൃത്യമായി മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ പഴയത് പുതിയത് എന്നുള്ളതിനപ്പുറത്ത് ഈ കാലത്തിലൊരു കഥയാണ്. കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു കഥ കേട്ട് സുരാജ് ഓക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. വീണ്ടും അത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു സന്തോഷം തോന്നി. പിന്നെ അത് ലിസ്റ്റിനും കൂടെ ചേരാമെന്ന് മാജിക് ഫ്രെയിംസ് കൂടെ ചേരാന്ന് പറഞ്ഞാൽ വീണ്ടും വലിയ സന്തോഷം, പിന്നെ ഒരു എക്സ്ട്രാ സന്തോഷം. അങ്ങനെ അവിടെ മുതലേ തന്നെ ഇതിന്റെ സന്തോഷം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സന്തോഷ വാർത്ത എന്നാണ് ആദ്യം പേരും വെച്ചത്, പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആക്കി എങ്ങനെ സന്തോഷ വാർത്ത എന്ന സിനിമയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ആപ്റ്റ് എക്സ്ട്രാ ഡീസന്റ് ആണ് എന്നുള്ള രീതിയിൽ. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പടം ഒരു വേണ്ട പോലെ അങ്ങ് ശ്രദ്ധിക്കപ്പെട്ടില്ല കൊമേഴ്ഷ്യലായിട്ട്. അതുകൊണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഈ കഥ സുരാജ് ഓക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷ വാർത്ത അത് തന്നെ. അപ്പൊ അത് തന്നെ ടൈറ്റിൽ ആക്കി. അതെ എന്തോ അർത്ഥം ശ്യാം എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമായത്? എങ്ങനെയായിരുന്നു? അതെ, ശ്യാമിന് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസുകൾ നമ്മൾ വെച്ചിരുന്നു ശ്യാമിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്യാമിന് പക്ഷെ ആദ്യം വിളിച്ചത് ശ്യാമിനെ തന്നെയായിരുന്നു. ശ്യാമിന് ആ സമയത്ത് കുറച്ചുകൂടി വലിയൊരു സിനിമ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ശ്യാം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉണ്ട് ബ്രോ, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അഭിനന്ദോ നമ്മളൊന്നും കൂടെ വരില്ലായിരിക്കും. അതായത് പ്രേമലോക അവര് കുറച്ചും കൂടെ നല്ല ആർട്ടിസ്റ്റിനെ അതിന്റെ അകത്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചപ്പോൾ ഇവൻ ഡേറ്റ് മൊത്തം ഫ്രീ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അല്ലാതെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് വന്നതല്ല. സന്തോഷേട്ടാ ഞാൻ പറഞ്ഞു, സന്തോഷേട്ടാ ശ്യാം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ സന്തോഷം പറഞ്ഞു, ആണല്ലേ, വരും, അത് വരും. കാര്യം ചാത്തന്മാര് പറഞ്ഞതുപോലെ തന്നെ വന്ന് വിളിച്ച് ബ്രോ അത് കുറച്ച് ഇതിങ്ങനെ ഉണ്ട്. അപ്പോൾ സന്തോഷം. കാരണം ഇപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് ആ ക്യാരക്ടർ, ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം, മൂപ്പരുടെ ഷോർട്ട് ഫിലിം, എനിക്ക് പ്രേമലു അത്രയും വർക്കായ ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞത് അതിനപ്പുറത്ത് നല്ലൊരു ആക്ടറെ അഡ്രസ് ചെയ്തിട്ടുള്ളതും ഷോർട്ട് ഫിലിം നൈറ്റ് കോൾ എന്നുള്ള ഷോർട്ട് ഫിലിമാണ്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇത് പരിപാടി വേറെ ആണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു. അപ്പോൾ കൈൻഡ് ഓഫ് ഈ ഒരു ക്യാരക്ടർ ഒരു വീട്ടിനകത്തുള്ള ഒരു കഥയാണല്ലോ, ഒരു വീടിനെ ചുറ്റിപ്പറ്റിയും അതിനകത്തുള്ള ഒരാളെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള ഒരു കഥയാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന നമുക്കിങ്ങനെ കുറേ കണ്ട് പരിചയമുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു മുഖമാവുക എന്നുള്ള അങ്ങനെ കുറേ ഘടകങ്ങളാണ് ശ്യാമിലേക്ക് എത്തിച്ചത്. തൊട്ടയൽവക്കത്തെ പയ്യൻ. ശ്യാമിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയും. ഞാൻ സുരാജേട്ടന്റെ അളിയൻ ക്യാരക്ടറാണ്, സഞ്ജുവിന്റെ ക്യാരക്ടറാണ്, ഗ്രേസിന്റെ ഹസ്ബൻഡാണ്. അളിയൻ മാത്രമല്ല, ഫ്രണ്ടാണ്, ഫ്രണ്ട് മാത്രമല്ല, പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കുറച്ചധികം കൂടി പറയും.